ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതിയായ CPM നേതാവും ദേവസ്വം മുൻ പ്രസിഡന്റുമായ A. പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും ജയിലിലേക്ക് അയച്ചത്. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ജാമ്യ ഹർജി സമർപ്പിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ A. പത്മകുമാറിനെ ഫെബ്രുവരി 10 വരെയാണ് വീണ്ടും റിമാൻഡ് ചെയ്തത്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 90 കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതുവരെ SIT ഇടക്കാല കുറ്റപത്രം പോലും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടി സ്വാഭാവിക ജാമ്യത്തിന് പത്മകുമാർ ഹർജി സമർപ്പിക്കും. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പ കേസിലും മുരാരി ബാബുവിന് 2 കേസുകളിലും മുൻപ് ജാമ്യം അനുവദിച്ചിരുന്നു. ഇതോടെ റിമാൻഡിലായിരുന്ന മുരാരി ബാബു ജയിൽ മോചിതനായി. കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ SITക്കെതിരെ വലിയ വിമർശനമുയരുന്ന സാഹചര്യത്തിലാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത്. വരും ദിവസങ്ങളിൽ മറ്റു പ്രതികളും ജാമ്യ ഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിക്കും. സുധീഷ് കുമാർ, KS ബൈജു എന്നിവരാണ് മുരാരി ബാബുവിന് പിന്നാലെ അറസ്റ്റിലാകുന്നത്. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കാതെ നിർവാഹമില്ല. ഇത് പ്രോസിക്യൂഷനും വെല്ലുവിളിയാണ്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര്, ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമായ N. വിജയകുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷ നാളെ വിജിലൻസ് കോടതി പരിഗണിക്കും. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. ജനം, കൊല്ലം.